വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 മാത്സിൻ്റെ 3rd ചാപ്റ്ററിൻ്റെ 4th പാർട്ടാണ്. ഇതിന് മുന്നിലുള്ള 3 പാർട്ടുകൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുക അതിൻ്റെ ലിങ്ക്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് പോകാം. അപ്പം ലെസണിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് മെൻ്റൽ മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണേ. നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ബിലോ. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ നമ്പേഴ്സ് ആൻഡ് ദ ലൈൻസ് ഡ്രോൺ. നോക്കി, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറേ നമ്പേഴ്സും കുറേ ലൈൻസും ഒക്കെ വരച്ചിട്ടുണ്ട്. എന്താണ് ഇതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. Numbers in the middle column are added in the different ways to get the numbers in the sides. The number in the middle can be used as many times as needed to get desired sum. Draw the arrows from the middle of the numbers on the sides to obtain the desired sums. അതായത് നടുക്ക് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സൈഡിലും. ഈ നടുക്ക് കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് എത്ര പ്രാവശ്യം വേണേലും ആഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അത് ആൻസർ ഈ സൈഡിലുള്ളത് കിട്ടണം. മനസ്സിലായോ? അപ്പോൾ ഈ സൈഡിലുള്ള ഒരു നമ്പർ നമ്മൾ എടുക്കുക. ഇപ്പോൾ 3400 എന്ന് പറയുന്ന നമ്പർ എടുത്താൽ ആ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മിഡിലുള്ള ഏതൊക്കെ നമ്പേഴ്സ് ഏതൊക്കെ ഓപ്പറേഷൻസ് ചെയ്താൽ കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3400 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ 1500 2 പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1500 ഇൻറ്റു 2 അല്ലെ 1500 പ്ലസ് 1500 പ്ലസ് എന്ന് നോക്കിയേ അടുത്തത് എത്ര നമുക്ക് ആഡ് ചെയ്തിരിക്കുന്നത് 400. അപ്പോൾ 1500 പ്ലസ് 1500 ചെയ്യുമ്പോൾ 3000 കിട്ടും. അതിൻ്റെ കൂടെ 400 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3400 എന്ന് പറയുന്ന നമ്പർ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്പർ കണ്ടുപിടിച്ച ശേഷം പിന്നെ നമ്മൾ ഈ ആരോ അല്ലെ ലൈൻസ് ഡ്രോ ചെയ്യുകയാണേ. ഈ ലൈൻ ഡ്രോ ചെയ്യുന്നത് നമ്മൾ എത്ര പ്രാവശ്യം 1500 എന്ന് പറയുന്നത് 2 പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം 2 ലൈൻസ് ഈ നമുക്ക് ഏതാണോ സം കിട്ടേണ്ടത് ആ നമ്പറിലേക്ക് വരയ്ക്കുക. 400 അതുപോലെ എത്ര പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്തോ അത്രയും വരകൾ വരയ്ക്കുക. ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ 400 എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 400 ഒക്കെ ഒരു വരയും പിന്നെ 1500 നിന്നും എത്ര വരെയാണ് 2 വരയുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത നോക്കി, ഇവിടെ നമ്മൾ 30,800 ആണ് നമുക്ക് കിട്ടേണ്ട സം. ഈ സംഖ്യയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് നടുക്ക് കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സംഖ്യകൾ ആഡ് ചെയ്താൽ പറ്റുമെന്നാണ് ചോദ്യം. നോക്കി, ഇവിടെ 13,000 പ്ലസ് 400 ഇൻറ്റു 2 പ്ലസ് 25,000 അത്രയും സംഖ്യകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ 25,000 ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഒരു ലൈന്. ദെൻ 400 2 പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 400 നിന്ന് 2 ലൈൻ 38,800 കൊടുത്തു. ദെൻ 13,000 ഒരു പ്രാവശ്യമാണ് ആഡ് ചെയ്തിരിക്കുന്നത്, അതിന് ഒരു ലൈനും. അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്യാൻ യു മേക്ക് 1000 യൂസിങ് ദ നമ്പേഴ്സ് ഇൻ ദ മിഡിൽ. ഈ നടുക്ക് നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ നമ്പേഴ്സ് വെച്ച് നമുക്ക് 1000 എന്ന് പറയുന്ന ഒരു സംഖ്യ സമ്മായിട്ട് എടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കുന്നുണ്ടേ, ഇതിനകത്ത് ഈ മിഡിലുള്ള സംഖ്യകളിൽ 400 ഒഴികെ ബാക്കി എല്ലാം വലിയ സംഖ്യകളാണ്, അതായത് 1000-നേക്കാട്ടിൽ വലിയ സംഖ്യകൾ. അപ്പോൾ ഒരു കാരണവശാലും 1000-നെക്കാട്ടിൽ വലിയ സംഖ്യകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 1000 ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആകെയുള്ളത് എന്താണ് 400 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ. ഈ 400 നമ്മൾ 2 പ്രാവശ്യം ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് 400 ഇൻറ്റു 2 നമുക്ക് എത്ര കിട്ടും? 800 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. ഇനി ഈ 400 നമ്മൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തതിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിൽ 3 പ്രാവശ്യം ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് 1200 ആണ് കിട്ടുന്നത്. ശരിയാണല്ലോ? അപ്പോൾ ഈ 1200 എന്ന് പറയുന്നത് 1000-നേക്കാൾ വലിയൊരു സംഖ്യയും 800 എന്ന് പറയുന്നത് 1000-നേക്കാൾ ചെറിയൊരു സംഖ്യയുമാണ്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് 1000 എന്ന് പറയുന്ന ഒരു നമ്പർ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് നോക്കി, വാട്ട് അബൌട്ട് 14,000, 15,000, 16,000. ഇനിയിപ്പം ഈ 1000 കൊണ്ട് 1000 നമുക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 14,000, 16,000, 15,000 ഈ സംഖ്യകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നോക്കാം. നമുക്ക് ആദ്യത്തെ സംഖ്യ എത്ര? 14,000. ഈ 14,000 എന്ന് പറയുന്ന സംഖ്യ ഏതൊക്കെ സംഖ്യകൾ ആഡ് ചെയ്താൽ കിട്ടും എന്ന് നോക്കാം. നമുക്ക് 1500
ഇൻറ്റു 8 അല്ലേ, പ്ലസ് 400 ഇൻറ്റു 5 എത്ര കിട്ടുന്നതെന്ന് നോക്കിയേ. 1500 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 12,000 പ്ലസ് 2000 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി നമുക്ക്? യെസ്, 14,000 എന്ന് പറയുന്ന സംഖ്യ കിട്ടി. അപ്പോൾ നിങ്ങൾ ലൈൻസ് വരയ്ക്കുമ്പോഴും അത് ശ്രദ്ധിച്ച് വരയ്ക്കുക. 1500 നിന്ന് നമുക്ക് എത്ര വരെയാണ് വരേണ്ടത്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന, ഇവിടെ 14,000 തന്നിട്ടില്ല. ഇനി അഥവാ നമ്മളിങ്ങനെ ഈ ഫിഗർ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മിഡിലുള്ള സംഖ്യക്ക് ഇതുപോലെ എഴുതിയിട്ട് 14,000 എന്ന് പറയുന്ന സംഖ്യ ഈ സൈഡിലേക്ക് എഴുതിയിട്ട് 1500 നിന്നും 8 ലൈൻസാണ്. ഇവിടെ നമ്മൾ സപ്പോസ് 14,000 എഴുതിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1500 നിന്നും 8 ലൈൻസാണ് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കേണ്ടത്. മനസ്സിലായോ? പിന്നെ അതുപോലെ 400 ഇൻറ്റു 5 ആണ്. അപ്പോൾ 400 നിന്ന് എത്രയാണ്? 5 ലൈൻസും ഇതിലേക്ക് വരയ്ക്കണം. അങ്ങനെ വേണം നമ്മൾ ഇത് ലൈൻസ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. അടുത്ത നോക്കി, അടുത്തൊരു സംഖ്യ തന്നിട്ടുള്ള എത്രയാണ്? 15,000 എന്ന് പറയുന്ന സംഖ്യയാണ്. 15,000 എന്ന് പറയുന്ന സംഖ്യ കിട്ടാൻ വളരെ എളുപ്പമാണ്. അതായത് നമുക്ക് 1500 ഉണ്ടല്ലോ, അതിനെ ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് 15,000 കിട്ടും. ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് 16,000 എന്ന് പറയുന്ന സംഖ്യയാണ്. 16,000 എന്ന് പറയുന്ന സംഖ്യ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നോക്കാം. 13,000 നമുക്കുണ്ടല്ലേ. എനിക്ക് ഇപ്പുറത്ത് തന്നിരിക്കുന്നതിനകത്തല്ല 13,000 ഉണ്ട്. 13,000 നമുക്ക് 16,000 ആണ് വേണ്ടത്. അത് 13,000. 13,000 പ്ലസ് 1,500 ഇൻറ്റു 2. അപ്പോൾ എത്രയായി? 1,500 ഇൻറ്റു 2 3,000 അല്ലേ. അപ്പോൾ 13,000ഉം 3,000ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 16,000 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. ഇനി ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ആഡിങ് ആൻഡ് സബ്സ്ട്രാക്റ്റിംഗ് ആണ് ഇനി അടുത്തത്. അപ്പം വേണമെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ആഡ് ചെയ്താൽ കണ്ടുപിടിച്ചത്, അതിനകത്തൊന്നും സബ്സ്ട്രാക്ട് ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ ഇതിനകത്തില്ല, നമുക്ക് ആഡും ചെയ്യാം സബ്സ്ട്രാക്റ്റും ചെയ്യാം. അതായത് പ്ലസും ചെയ്യാം മൈനസും ചെയ്യാം. Here, using the numbers in the boxes, we are allowed to use both addition and subtraction to get required number. For example, is given. നോക്കിയാൽ ഇവിടെ നമുക്ക് 39,800 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് കിട്ടേണ്ടത്. ഈ സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് യൂസ് ചെയ്യാവും കേട്ടോ. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് വെച്ചിട്ട് എന്താണ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ 39,800 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എടുത്തത് 40,000. അതായത് 40,000 ഇവിടെ ഉണ്ട്. 40,000 മൈനസ് 800, അവിടെ 800 ഉണ്ട് കണ്ടോ. മൈനസ് 800 പ്ലസ് 300 കണ്ടോ. പ്ലസ് 300 എഗെയിൻ പ്ലസ് 300. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 39,800. 45,000 ആണ് അടുത്ത തന്നിരിക്കുന്നത്. ഈ 45,000 കിട്ടാൻ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 40,000 എടുക്കാം. 40,000 പ്ലസ് 12,000 ആണല്ലേ. 12,000 മൈനസ് 7,000 കിട്ടുമോ നോക്കാം. 40,000 12,000 ആഡ് ചെയ്യുമ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 40,000 12,000 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 52,000 ആണ് കിട്ടിയത്. അതിൽ നിന്നും 7,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 45,000 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് കിട്ടും. അടുത്ത തന്നിരിക്കുന്നത് 5,900 ആണ്. ഇതിന് നമ്മൾ ചെയ്യുന്നത് 7,000 എടുക്കുക. 7,000 മൈനസ് 800 മൈനസ് 800 മൈനസ് 300 നോക്കാം നമുക്ക്. 7,000 മൈനസ് 800 മൈനസ് 300 എത്ര കിട്ടും നമുക്ക്? യെസ്, 5,900 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് ഇവിടെ കിട്ടും. അടുത്തത് 17,500 ആണ്. 17,500 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സംഖ്യകൾ 17,500 കിട്ടാൻ വേണ്ടിയിട്ട് 12,000 പ്ലസ് 7,000 പ്ലസ് 1,500 പ്ലസ് മൈനസ്
1500 ഉണ്ടോ. 12,000 പ്ലസ് 7,000 മൈനസ് 1,500 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 17,500 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. അടുത്ത നോക്കി, നമുക്ക് 21,400 ആണ്. 21,400 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സംഖ്യ 12,000, then 7,000, then 1,500, പിന്നെ 300 രണ്ട് 300 കൂടെ എടുക്കണേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 21,400 വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 12,000 പ്ലസ് 7,000 പ്ലസ് 1,500 പ്ലസ് 1,500, then മൈനസ് 300 മൈനസ് 300. ശരിയാണോ നോക്കിയേ. 12,000 7,000 19,000 ആവും. അതിൻ്റെ കൂടെ 3,000 കൂടെ ആവും, 1,500, പിന്നെ അടുത്ത 1,500 കൂടെ ചേർക്കുമ്പോൾ അപ്പോൾ എത്രയായി? നമുക്ക് കിട്ടേണ്ടത് 22,000 വന്നു അല്ലേ. 22,000 നിന്ന് 600 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 21,400 കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 300 മൈനസ് ചെയ്തു. അപ്പോൾ ആ സംഖ്യ നമുക്ക് കിട്ടി. Digits and operations. An example of adding 2 5-digit numbers to get another 5-digit number. അതായത് 2 5-digit നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് മൂന്നാമതുണ്ടായ ഒരു 5-digit നമ്പറാണ്. An example is subtracting 2 5-digit numbers to get another 5-digit number. അതുപോലെ 2 5-digit നമ്പർ തന്നിട്ടുണ്ട്, അത് മൈനസ് ചെയ്തപ്പോഴും നമുക്കൊരു 5-digit നമ്പറാണ് കിട്ടിയത്, 5 ഡിജിറ്റ്സ് ഉള്ളത്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എപ്പോഴും ഈ കണ്ടീഷൻസൊക്കെ ഓക്കെ ആയിരിക്കും. അതായത് 2 5-digit എപ്പോൾ ആഡ് ചെയ്താലും 5 ഡിജിറ്റ് ഉള്ള ഒരു സംഖ്യ മാത്രമേ കിട്ടൂ, അല്ലെങ്കിൽ 2 5-digit മൈനസ് ചെയ്താൽ എപ്പോഴും ഒരു 5-digit നമ്പർ തന്നെ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തേത് 5-digit പ്ലസ് 5-digit ടു ഗീവ് എ 5-digit സം മോർ ദാൻ 90,250. അതായത് ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. 90,250 മുകളിൽ കിട്ടുന്ന 2 5-digit നമ്പർ നോക്കാം. ഒരു 5-digit നമ്പർ 23,456 വേറൊരു 5-digit നമ്പർ 66,795 ആണ് കിട്ടുന്നത്. അതിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സം എന്ന് പറയുന്നത് 90,251 എന്ന് പറയുന്നത്. ഈ ഡിജിറ്റ്സ് ഒക്കെ നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ, 90,250 മുകളിൽ വരുന്ന ഒരു സംഖ്യ ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഈ സംഖ്യയ്ക്ക് മുകളിൽ ഏത്, ഇപ്പോൾ 1 മാത്രമേ ഇവിടെ കൂടിയിട്ടുള്ളൂ, 1 കൂടിയാൽ അത് കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇനിയും ഇതുപോലെ ഈ ഡിജിറ്റ്സ് നമുക്ക് മാറ്റിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കണ്ടീഷൻ എന്താണ്? 90,250 കൂടുതൽ വരണം, ഇത് 2 സംഖ്യയും കൂടെ ആഡ് ചെയ്യുമ്പോൾ. പിന്നെ അടുത്ത വരുന്നത് 5-digit പ്ലസ് 3-digit ടു ഗീവ് എ 6-digit സം. ഇനിയും പറഞ്ഞിരിക്കുന്നത് ഒരു 5-digitഉം പിന്നെ ഒരു 3-digitഉം, 5-digit ഒരു 3-digitഉം, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 6-digit സം കിട്ടണം. അപ്പോൾ നമുക്ക് 5-digit നമ്പർ എടുക്കുന്നത് നോക്കിയേ, 1 2 3 4 5. നോക്കി, ഇതിനെ ഈ 3-digit നമ്പർ എന്നുള്ളതിൻ്റെ 3 ആണ് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ, 3-digit നമ്പർ. അപ്പം നമ്മൾ 5-digit എടുത്തിരിക്കുന്നത് 99,456, അതായത് 456 എന്ന് പറയുന്നതാണ്. 3-digit നമ്പർ നമ്മൾ എടുത്തിരിക്കുന്നത് 795. ഇത് രണ്ടിനും കൂടെ സം നമ്മൾ കണ്ടുപിടിക്കുന്നു. സം കണ്ടുപിടിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കിയേ. ഇതൊരു 6-digit ആണോ നോക്കിയാൽ 1 2 3 4 5 6, ഇതൊരു 6-digit സം ആണ്. അപ്പോൾ ഈ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ഓരോന്നും ചെയ്യണേ. അടുത്തതെന്ന് പറയുന്നത് നോക്കിയേ, 4-digit പ്ലസ് 4-digit ടു ഗീവ് എ 6-digit സം. 2 4-digitകൾ, ഈ 2 4-digitകൾ ആഡ് ചെയ്യുമ്പോൾ ഒരു 6-digit കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2 4-digit, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 9,999 എന്ന് പറയുന്ന സംഖ്യ, അതായത് 4-digitലെ ഏറ്റവും വലിയ സംഖ്യ.
ഈ രണ്ടും നമ്മൾ ഈ 9999 എന്ന് പറയുന്ന 4 ഡിജിറ്റ് എടുക്കുക. കാര്യം ഇതിൽ ഏറ്റവും വലുത് നമുക്ക് 6 ഡിജിറ്റ് ആണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് മാക്സിമം വാല്യൂ ഉള്ള 4 ഡിജിറ്റ് നമ്മൾ എടുത്തത്. അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കിയേ, 19,998 എന്ന് പറയുന്ന സംഖ്യ. ഇത് എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5. ദാറ്റ് മീൻസ് ഒരു 4 ഡിജിറ്റും അതായത് 2 4 ഡിജിറ്റ്സ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഒരിക്കലും നമുക്കൊരു 6 ഡിജിറ്റ് നമ്പർ കിട്ടില്ല. മനസ്സിലായോ? ഒരു 5 ഡിജിറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് നോക്കിയാൽ 5 ഡിജിറ്റ് പ്ലസ് 5 ഡിജിറ്റ് ടു ഗീവ് എ 6 ഡിജിറ്റ് സം. ഇനി ഒരു 2 5 ഡിജിറ്റ് നമ്പറുകൾ. ഫസ്റ്റ് 5 ഡിജിറ്റ് 63,456ഉം സെക്കൻഡ് 5 ഡിജിറ്റ് 66,795ഉം നമ്മൾ എടുത്തിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ ഇതിലെത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കി. 1 2 3 4 5 6 ഡിജിറ്റ് സമ്മാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 5 ഡിജിറ്റ് പ്ലസ് 5 ഡിജിറ്റ് ടു ഗീവ് 18,500. ഇവിടെ കൃത്യമായിട്ടൊരു സംഖ്യ തന്നിട്ടുണ്ട്, 18,500 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ 5 ഡിജിറ്റ്സ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. നോക്കാം നമുക്ക്. ഫസ്റ്റ് 5 ഡിജിറ്റ് നോക്കാം. നമ്മൾ ഏറ്റവും ചെറിയ 5 ഡിജിറ്റ് നമ്പർ എടുക്കുകയാണേ. അത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 10,000 അല്ലേ? ഏറ്റവും ചെറിയ 5 ഡിജിറ്റ് നമ്പർ നമുക്ക് കിട്ടുന്നത് 18,500. 10,000 കൂടെ എത്ര കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് 18,000 കിട്ടുന്നത്? യെസ്, 8,500 കൂടെ കാണാം. ഈ 8,500 എന്ന് പറയുന്നത് ഒരു 4 ഡിജിറ്റ് നമ്പർ അല്ലേ? 1 2 3 4 അല്ലേ? 4 ഡിജിറ്റ് നമ്പർ. ഈ രണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 5 ഡിജിറ്റ് ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 18,500. പറ്റുമോ? ഇല്ല, അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനല്ല. നെക്സ്റ്റ് ഒന്ന് നോക്കിയേ, 5 ഡിജിറ്റ് മൈനസ് 5 ഡിജിറ്റ്. ഇത്രയും നേരം നമ്മൾ സം ചെയ്യുമായിരുന്നു, ഇപ്പം മൈനസ് ചെയ്യാണ്. ടു ഗീവ് എ ഡിഫറൻസ് ലെസ് ദാൻ 56,503. നോക്കാം നമുക്ക്. ഫസ്റ്റ് 5 ഡിജിറ്റ് എന്ന് പറയുന്നത് 93,456 ആണ് എടുത്തേക്കുന്നത്. സെക്കൻഡ് 36,995. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 56,461 എന്ന് പറയുന്നത്. അത് ഏതിനെക്കാട്ടിൽ ചെറുതാണ്? 56,503 ചെറുതാണ്. 503 603 കടി ചെറുതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കി, 5 ഡിജിറ്റ് മൈനസ് 3 ഡിജിറ്റ് ടു ഗീവ് എ 4 ഡിജിറ്റ് ഡിഫറൻസ്. അതായത് 2 നമ്പേഴ്സ് 5 ഡിജിറ്റും 3 ഡിജിറ്റും അതിൽ അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഒരു 4 ഡിജിറ്റ് ഡിഫറൻസ് വരണം. അത്രേ ഉള്ളൂ, 4 ഡിജിറ്റ് ഡിഫറൻസ് വരണം. ഇന്ന സംഖ്യ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ആദ്യം 5 ഡിജിറ്റ് നമ്പർ എടുത്തിരിക്കുന്നു. 5 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 5 ഡിജിറ്റ് നമ്പർ 10,000 ആണ്. 3 ഡിജിറ്റ് എത്ര എഴുതിയേക്കുന്നത്? 999. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? യെസ്, 9,001 എന്ന് പറയുന്നതാണ്. അതൊരു 4 ഡിജിറ്റ് ഡിഫറൻസ് ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കിയേ, 5 ഡിജിറ്റ് മൈനസ് 4 ഡിജിറ്റ് ടു ഗീവ് 4 ഡിജിറ്റ് ഡിഫറൻസ്. നോക്കിയേ, 5 ഡിജിറ്റ് മൈനസ് 4 ഡിജിറ്റ് ടു ഗീവ് എ 4 ഡിജിറ്റ്. 5 ഡിജിറ്റ് നമ്പർ നമ്മൾ 10,000 എടുത്തു. ദെൻ 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1,000 ആണ് എടുത്തിരിക്കുന്നത്. തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 9,000. അതൊരു 4 ഡിജിറ്റ് നമ്പറാണ്. ഇത് നമ്മൾ ചെയ്ത് നോക്കുക ഓരോന്നും കേട്ടോ. അടുത്തത് നോക്കിയേ, 5 ഡിജിറ്റ് മൈനസ് 5 ഡിജിറ്റ് ടു ഗീവ് 3 ഡിജിറ്റ് ഡിഫറൻസ്. അതായത് ഒരു 2 5 ഡിജിറ്റ് എടുക്കുക, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 3 ഡിജിറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് 5 ഡിജിറ്റ് 60,456ഉം സെക്കൻഡ് 5 ഡിജിറ്റ് 60,195 ആണ്. ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
261 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. അതായത് 60,456 മൈനസ് 60,195 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 261 എന്ന് പറയുന്ന നമ്പറാണ്. ഈ 261 എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. അടുത്തത് 5 ഡിജിറ്റ് മൈനസ് 5 ഡിജിറ്റ് ടു ഗീവ് 91,500. നോക്കാം, അത് പക്ഷെ നമുക്ക് ഒരിക്കലും പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണ്. 2 5 ഡിജിറ്റ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 91,500 കിട്ടത്തില്ല. കാര്യം ഈ 91,500 എന്ന് പറയുന്ന സംഖ്യ തന്നെ നമ്മുടെ 5 ഡിജിറ്റിലെ ഒരു എക്സ്ട്രീമിലേക്ക് വരുന്ന ഒരു നമ്പറാണ്. അതായത് നോട്ട് പോസിബിൾ ബിക്കോസ് ഇഫ് വി ഗെറ്റ് എ റിക്വയർഡ് ഡിഫറൻസ് വി ടേക്ക് ഫസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ദാറ്റ് വിൽ ബി ദ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. അതായത് ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ 99,999 ആണ്. ആൻഡ് ദ സെക്കൻഡ് നമ്പർ വിൽ ബി 4 ഡിജിറ്റ് നമ്പർ. അതായത് ഈ സംഖ്യ കിട്ടണം 91,000 കിട്ടണമെങ്കിൽ ഈ 99,999 നിന്നും 8,499 മൈനസ് ചെയ്തേ പറ്റൂ. ഈ 8,499 എന്ന് പറയുന്നത് ഒരു 4 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ഒരു കാരണവശാലും ഈ സംഖ്യയിൽ നിന്ന് ഒരു 5 ഡിജിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 91,500 കിട്ടില്ല. മനസ്സിലായല്ലോ? Could you find the example for all these cases? If not, think and discuss. ഇനി നിങ്ങൾ ഇത് ക്ലാസ്മേറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഇനിയും ഇവിടെ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇത് ശരിയാകുമോ? എപ്പോഴും ശരിയാകുമോ? ഓൾവേസ് ട്രൂ ആണോ? ഓൺലി സംടൈംസ് ട്രൂ ആണോ? അല്ലെങ്കിൽ നെവർ ട്രൂ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞിരിക്കുന്നത് 5 ഡിജിറ്റ് നമ്പർ പ്ലസ് 5 ഡിജിറ്റ് നമ്പർ ഗിവ്സ് 5 ഡിജിറ്റ് നമ്പർ. അതായത് ഒരു 5 ഡിജിറ്റ് നമ്പർ ഒരു 5 ഡിജിറ്റിനോട് ആഡ് ചെയ്താൽ എപ്പോഴും ഒരു 5 ഡിജിറ്റ് കിട്ടും. നോക്കാം നമുക്ക്. ഞാനിവിടെ ഒരു 5 ഡിജിറ്റ് നമ്പർ എടുക്കുകയാണ്. 1 2 3 4 5. ഇതൊരു 5 ഡിജിറ്റ് നമ്പറാണ്. ഇതിനോട് ഇതേ നമ്പർ തന്നെ ഞാനൊന്ന് ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9 6 4 2. ശരിയല്ലേ? ഇത് ഒരു 5 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? ഇനി വേറൊരു കണ്ടീഷൻ ഞാൻ നോക്കുകയാണ്. നമ്മുടെ 5 ഡിജിറ്റിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 99,999. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു 5 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഏതെങ്കിലും ഒരു 5 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്യും. ഒരു 5 ഡിജിറ്റ് നമ്പർ ഞാൻ ആഡ് ചെയ്യണേ. എത്ര നമുക്ക് കിട്ടണമെന്ന് നോക്കാം. ഇപ്പം ഇതെത്രയായി കണ്ടോ? 1 2 3 4 5 6 ഡിജിറ്റായി. അതായത് 5 ഡിജിറ്റ് മാക്സിമം, അതായത് ഏറ്റവും ലാർജസ്റ്റ് 5 ഡിജിറ്റും സ്മോളസ്റ്റ് 5 ഡിജിറ്റുമാണ് ഞാൻ ആഡ് ചെയ്തത്. എങ്കിൽ പോലും 6 ഡിജിറ്റ് നമ്പറാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 5 ഡിജിറ്റ് നമ്പർ പ്ലസ് 5 ഡിജിറ്റ് നമ്പർ എപ്പോഴും 5 ഡിജിറ്റ് നമ്പർ കിട്ടണമെന്നുണ്ടോ? ഇല്ല. പക്ഷെ ചിലപ്പോഴൊക്കെ അത് ശരിയാകാം അല്ലേ? only sometimes true. ചില സമയത്തൊക്കെ അത് ശരിയാകാം, പക്ഷെ ചില സമയത്ത് ശരിയാകില്ല. അടുത്തത് നോക്കിയ 4 ഡിജിറ്റ് നമ്പർ പ്ലസ് 2 ഡിജിറ്റ് നമ്പർ ഗീവ്സ് 4 ഡിജിറ്റ് നമ്പർ. അതായത് ഒരു 4 ഡിജിറ്റ് നമ്പർ, ഈ 4 ഡിജിറ്റ് നമ്പറിൻ്റെ കൂടെ ഒരു 2 ഡിജിറ്റ് നമ്പർ ആഡ് ചെയ്താൽ എപ്പോഴും 4 ഡിജിറ്റ് തന്നെ കിട്ടും എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഇപ്പം ഒരു 4 ഡിജിറ്റ് എടുക്കാം അല്ലേ? 2 3 4 5 എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റും ഇതിൻ്റെ കൂടെ ഞാനൊരു 20 എന്ന് പറയുന്ന 2 ഡിജിറ്റും. അപ്പോൾ ഇത് 4 ഡിജിറ്റ്, ഇത് 2 ഡിജിറ്റ്. നമുക്കിപ്പോൾ കിട്ടുന്നത് തീർച്ചയായിട്ടും ഒരു 4 ഡിജിറ്റ് നമ്പർ തന്നെ. പക്ഷേ ഞാനിപ്പം ഒരു 4 ഡിജിറ്റിലെ ലാർജസ്റ്റ് 4 ഡിജിറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 2 ഡിജിറ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്, ഒരു 2 ഡിജിറ്റ് നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഇതെത്രയായിരുന്നു സംഖ്യ നോക്കി? ഇത് 10 ആണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. 9 പ്ലസ് 1 10, 9 പ്ലസ് 1 10 എഗെയിൻ. അപ്പോൾ എത്ര ആയി നോക്കി? 4 ഡിജിറ്റ് ആണോ കിട്ടിയേക്കുന്നതെന്ന്? 1 2 3 4 5 അല്ലേ? അപ്പോൾ അത് 5 ഡിജിറ്റായി. അപ്പോൾ 2 ഡിജിറ്റിലെ ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്, എന്നിട്ടും അതൊരു 4 ഡിജിറ്റായിട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതെന്താണ് അർത്ഥം?
only sometimes true. ചിലപ്പോഴൊക്കെ അത് ശരിയാകും. അടുത്ത സി എന്താണെന്ന് നോക്കി. 4 digit plus 2 digit gives 6 digit. അതായത് ഒരു 4 digit നമ്പറും 2 2 digit നമ്പറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 6 digit കിട്ടും എന്നാണ് അവർ കിട്ടും എന്നുള്ള കണ്ടീഷൻ കറക്റ്റ് ആണോ എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ ഒരു 4 digit നമ്പർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ 4 digit നമ്പറിന് 2 ഡിജിറ്റുമാണ് നോക്കുന്നത്. 4 digit എത്ര ഇപ്പം 9999. ഇതിൻ്റെ കൂടെ 99 ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് 6 digit കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മാക്സിമം എടുക്കുന്നത് കേട്ടോ, അല്ലെ ചെറിയ സംഖ്യ ചെയ്യാം. അപ്പോൾ 4 ഡിജിറ്റിൻ്റെ ലാർജസ്റ്റ് വണ്ണും 2 ഡിജിറ്റിൻ്റെ ലാർജസ്റ്റ് വണ്ണും ആഡ് ചെയ്താൽ പോലും നമുക്ക് 6 digit കിട്ടുമോ എന്ന് നോക്കാം. 18 19 ഇങ്ങനെ 1 10 ഉണ്ടോ. ഇപ്പോൾ എത്ര ഡിജിറ്റ് ആയിട്ടേ ഒരു 5 digit കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതൊരിക്കലും നടക്കത്തില്ല. എന്താണ് അത് കാര്യം? അതായത് നമുക്ക് ഒരു 4 ഡിജിറ്റും 2 ഡിജിറ്റും കൂടെ ആഡ് ചെയ്താൽ ഒരിക്കലും 6 digit കിട്ടത്തില്ല. നെവർ ട്രൂ. ഇനി നെക്സ്റ്റ് വൺ ഡി പറഞ്ഞിരിക്കുന്നത് 5 digit മൈനസ് 5 digit gives 5 digit നമ്പർ. ഒരു 5 digit അതിൻ്റെ കൂടെ ഒരു 5 digit മൈനസ് ചെയ്താൽ നമുക്ക് ഒരു 5 digit തന്നെ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം കണ്ടീഷൻ ശരിയാണോ എന്ന്. 56724 എന്ന് പറയുന്ന ഒരു 5 digit നമ്പർ മൈനസ് 2345 എന്ന് പറയുന്ന ഒരു നമ്പർ. ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു 5 digit നമ്പറാണ് കിട്ടുന്നത്. 2 ദെൻ 7 മൈനസ് 4 3 അല്ലേ. ഇപ്പോൾ ഇതൊരു 5 digit നമ്പർ തന്നെയാണ് കിട്ടിയത്. ഇനി വേറെ 5 digit ഞാൻ എടുക്കുകയാണേ. മൈനസ് 56700 എത്ര കിട്ടുന്നത്? യെസ് 24 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് കിട്ടുന്നത്. ഇതൊരു 2 digit നമ്പറാണ്. അപ്പോൾ ഇതും ശരിയാകുമോ? ചില സമയത്ത് ശരിയാകും എന്നുള്ളതാണ് ശരി. നെക്സ്റ്റ് എൻ്റെ ലാസ്റ്റ് നമ്പറോടെ നമ്മൾ നോക്കാം. 5 digit മൈനസ് 2 digit നമ്പർ ഗീവ്സ് 3 digit നമ്പർ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ നിന്നുണ്ടായിരുന്നു. അതായത് 5 digit നമ്പറിൽ നിന്ന് ഒരു 2 digit നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 digit നമ്പർ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. 5 digit നമ്പർ 9 5 digit. ഇതിനകത്ത് നിന്ന് ഒരു 2 digit ആണ് മൈനസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 0 0 ദെൻ 9 9 9. ഇതൊരു 3 digit അല്ലല്ലോ. ഇത് അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 5 digitൽ നിന്ന് 2 digit നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 digit നമ്പർ കിട്ടുകയില്ല. അപ്പം നെവർ ട്രൂ എന്ന് പറയുന്ന കണ്ടീഷനാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഏകദേശം സമയം നമുക്ക് കുറച്ചായി. നമുക്ക് ഈ പ്ലേയിങ് വിത്ത് നമ്പർ പാറ്റേൺസ് എന്നുള്ളത് അടുത്ത ദിവസം ചെയ്യാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.